നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത്യാവശ്യം ഒരാളുടെ മനസ്സിൽ എരിവ് കയറ്റാൻ നിനക്ക് കഴിയും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇതുവരെ കണ്ട ആണുങ്ങളുടെ കൂട്ടത്തിലല്ല ജീവൻ. സംതിങ് ഡിഫറെന്റ്. ആഹാ, രണ്ടുപേരും കൂടെ ഇരുന്ന് പഠിക്കുക. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി മക്കളെ? എവിടെ പോയിന്ന് പറ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ജീവൻ, ഇങ്ങോട്ട് പോര്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വീട്ടിലെല്ലാരും കൂടി ഒരു മുറി അടച്ചിട്ട് എന്തോ ഗൗരവമായ ചർച്ചയില്ല. എന്തുപറ്റി? കൊള്ളാലോ, ജീവന്റെ ചോദ്യം കൊള്ളാം. ഞാൻ കരുതിയത് എന്നെക്കാൾ ചിലത് ഗണിച്ചെടുക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന്. ഹരിനിത്തി ഇപ്പൊ നിൽക്കുന്നത് ചെറിയ പ്രതിസന്ധിയിലല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടന്നതുപോലെ ഇക്കാര്യത്തിൽ നിന്ന് അവര് പുറത്തു കടക്കും. അവരൊന്നിച്ചല്ലേ നിൽക്കൂ. അപ്പോ ഒറ്റപ്പെട്ടവരെ തോൽപ്പിക്കാൻ എളുപ്പമല്ലേ? വീണയുടെ തോൽവി വെച്ച് എന്നെ അസസ് ചെയ്യണ്ട. എനിക്ക് തനിച്ചാവുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഒരു കുറവുമില്ല. ആ, ഒരല്പമൊക്കെ സ്വയം പുകഴ്ത്തുന്നത് കേട്ട് നിൽക്കുന്നത് രസമാ. പക്ഷെ എന്ത് ചെയ്യാനാ ജീവൻ? ഇത്രയൊക്കെ ശക്തിയുള്ളതാണെന്ന് പറഞ്ഞിട്ടും ജീവന്റെ കൺമുമ്പിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അങ്ങോട്ട് പോകുന്നുണ്ടോ അതോ അവരുടെ തീരുമാനത്തിന് വിടുവാണോ? ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്റെ വഴിക്ക് നടക്കണമെന്ന് എനിക്ക് നിർബന്ധം. നീ ആള് കുറച്ച് മിടിക്കുക. അത്യാവശ്യം ഒരാളുടെ മനസ്സിൽ എരിവ് കയറ്റാൻ നിനക്ക് കഴിയും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇതുവരെ കണ്ട ആണുങ്ങളുടെ കൂട്ടത്തിലല്ല ജീവൻ. സംതിങ് ഡിഫറെന്റ്. വെരി വെരി ഡിഫറെന്റ്. നീ ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കണം ജീവൻ. എങ്കിലല്ലേ ഈ കളിക്കൊരു രസമുള്ളൂ. ഉത്തരമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മളെല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം?
എന്തു പറ്റി? എല്ലാരും കൂടെ ഇതിനകത്തിരിക്കുന്നത്? ആ അത് പിന്നെ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ? ആ, കുടുംബകാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എല്ലാവർക്കും കൂടി ഹാളിലിരുന്ന പോരെ, അല്ലെങ്കിൽ മുറ്റത്തിരുന്ന പോരെ? പക്ഷേ മുറിയടച്ച് കുറ്റിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞാല് അതിലെന്തോ ഗൗരവമുണ്ടല്ലോ. എന്താമ്മേ? ഒന്നുമില്ല. ഇവിടെ ആർക്കും ഗൗരവമായിട്ടൊന്നും സംസാരിക്കാനുമില്ല. കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, അതോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ? അമ്മ ഇങ്ങോട്ട് മാറിക്കേ. ഹരി, ഞാൻ വളരെ സിൻസിയറായിട്ടാ ചോദിക്കുന്നു. ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടുംബാംഗം എന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല. വാ, നമുക്ക് എല്ലാവർക്കും കൊണ്ട് പിരിയാ. ആ എല്ലാവരും ഒന്ന് നിൽക്കുന്നേ. ഞാൻ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ ആരും ഉത്തരം പറയില്ല. പക്ഷേ നിത്യയുടെയും ഹരിയുടെയും മുഖത്തൊന്നും എനിക്ക് ചിലത് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ പോലീസുകാരന് ആവശ്യപ്പെട്ട പ്രൂഫിനെ കുറിച്ചല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അതെ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത്ര നേരം ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? ഇതെന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിത്യയെ സത്യം പറഞ്ഞ് ഇവർക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.